വന്നിട്ടുള്ളത് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത്, പിന്നെ ആ ചിക്കനെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് മിൻസ് ചെയ്തെടുത്തതാണിത്. ചിക്കൻ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെന്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിനെ മിക്സിയിൽ ഇതുപോലെ ഒന്ന് മിൻസ് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഇതിവിടെ ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി കറിവേപ്പില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല വേണം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, പിന്നെ ഒരു മുട്ട, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് ഫ്രൈ ചെയ്യാനും അതുപോലെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനും വേണ്ട ഓയിൽ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ട ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വാടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചിലർ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ സാധാരണ വെളുത്തുള്ളി കൂടെ ചേർക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നാറ്. ഈ ഉള്ളിയൊക്കെ വാട്ടുമ്പോഴേ എപ്പോഴും നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ സവാള ഇവിടെ പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചുവക്കൊന്ന് മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചച്ചുവക്ക് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയാം. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം, ഇതിലേക്ക് മസാലകളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പൊ ഈ മസാലേന്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൻസ് ചെയ്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉള്ളിയും ചിക്കനും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. നമുക്കത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന്റെ കൂടെ തന്നെ ഇതിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും നമുക്ക്. ഞാനിവിടെ ചിക്കനൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിലേക്ക് ഇത്തിരി കൂടെ ഉപ്പ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ ഉള്ളി വാട്ടുമ്പോഴും അതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുത്താലും മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇതിന്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ ഞാനിവിടെ പൊട്ടറ്റോയും നമ്മുടെ ചിക്കൻ മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിന്റെ മസാല ഇവിടെ നന്നായിട്ട് നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോ കണ്ടത് കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഇതിലുള്ള ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതായിട്ട് തന്നെ നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും റൗണ്ട് ചെയ്തെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കാം, ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ ഓവൽ ഷേപ്പിലാക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റിന് എടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ എടുക്കുന്നത്. അപ്പൊ ഞാനിനി ഇതെല്ലാതും ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം. ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു കട്ട്ലേറ്റ് എടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് തട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോമ്പിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നോമ്പ് ഇഫ്താറിന്റെ ടൈം ആകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് വറുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇത് നല്ല ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കട്ട്ലേറ്റ് ഇതിലൊരു 1/4 ഭാഗം മുങ്ങിയാൽ മതി. നമുക്കതിന് വേണ്ട ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാലും നമുക്കൊരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട്ലേറ്റ് ഓരോരോ കട്ട്ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ മറിച്ചിടുമ്പോൾ നമുക്ക് നിറയെ ഫില്ലാക്കി ഇട്ട് കൊടുത്താൽ നമുക്കിത് തിരിച്ചും മറിച്ചും വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര മതി. ഇതൊരു ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാലും നമുക്കിതിനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പോ ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രോസൺ ആക്കിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്യണതെങ്കിൽ ഫ്രീസറിന് എടുത്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിലുള്ള നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആയിട്ടുണ്ടാവും. അപ്പം അതിലുള്ള ഐസ് അലിഞ്ഞിട്ട് ഇതിൽ ജലാംശം വന്നിട്ട് ഇത് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് 2 ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം.
നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്ത അളവിൽ നല്ലൊരു അത്യാവശ്യം വലിയ വലിയ കട്ട്ലറ്റാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഒരു 14 കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അങ്ങനെ ഞാനിവിടെ ഫുള്ള് കട്ട്ലറ്റും വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഒക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അതോടെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.